നീങ്ങി ഇങ്ങോട്ട് നീങ്ങി എവിടെ ഇടിച്ചു കയറണോ? കമ്പിയും സിമെന്റും ഒക്കെ ഞാൻ വെട്ടിച്ചതാ, സമ്മതിച്ചു. അത് ഞാൻ കോടതി പറഞ്ഞോളാം. പക്ഷെ എഞ്ചിനീയറെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അയാൾ എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ വൈകിട്ട് അയാളെ ഞാൻ ബാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ശരിയാ. ഈ 2 പെഗ് മേടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് പറയുമ്പോഴാണ് അയാൾ മരിച്ചു എന്ന് ഞാൻ അറിയുന്നത്. മരിച്ചെങ്കിൽ തന്നെ ശവം എവിടെ? അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ശവം എവിടെ? ചേട്ടാ, ഇത് നല്ല കാര്യമായല്ലോ. ഈ നാട്ടിലെ ശവങ്ങളുടെയൊക്കെ കണക്ക് എന്റെ കയ്യില. നിർത്തുള്ള പ്രശ്നം. സർക്കാരിന്റെ സ്റ്റോറിലെ കമ്പിയുടെയും സിമെന്റിന്റെയും കണക്ക് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നോക്കൂ മിസ്റ്റർ ഉണ്ണിത്താൻ, താൻ സത്യം പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആസ്മ പിടിച്ച് നാശമായ നെഞ്ചത്ത് എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിക്കരുത്. ജോണി, നമുക്ക് കുളത്തുകരയിലേക്ക് പോവാം. അവിടെ ആൾക്കൂട്ടം. നീ അങ്ങോട്ട് വെക്കും, ഞാനിവിടെ നിൽക്കാം. ശരി. മുങ്ങൽ വിദഗ്ധർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വിളിക്കേ. മുങ്ങലുകാരെല്ലാം വരും. ഇറങ്ങി നോക്കാം. വേഗമാട്ടെ. ബോഡി ഇവിടെ ഉണ്ടോന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങോട്ട് വാ. മാറിക്കണം, മാറിക്കണം, അങ്ങോട്ട് കേറിക്കണം. ഇവിടെ മാറി നിൽക്കാൻ, ഇവിടെ കയറി നിൽക്കാൻ പറഞ്ഞപ്പോ മാറി നിൽക്കാൻ. അങ്ങോട്ട് ആളി മാറി. പിന്നെ നെല്ലിക്കറി വരുന്നത് തോക്കം കിട്ടി. സാർ, ഇതാണ് ശവത്തിന്റെ കൂടെ കണ്ടെടുത്ത തോക്ക്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. യെസ് സാർ. നടക്ക. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുഞ്ഞെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് നീ വരിയത്. Oh!
മിസ്റ്റർ ദേവരാജൻ, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ കാടെടുത്ത് പിന്നാലെ വന്നോളാം. യെസ് സർ. നടക്കടോ. വെൽ ഡൺ മൈ ബോയ്. എന്താണ് എന്റെ പേര്? ജോണി. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സാർ, ഇതിനകത്തൊരു പെട്ടി. പെട്ടിയോ? വെളിയിലെടുക്കൂ. ഇവിടെ എടുത്ത് അകത്ത് വെക്കട്ടെ സാർ. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിന്നെ പോലൊരു ധൈര്യശാലി വിശ്വസ്തനുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സാർ? ഈ പണം കള്ളപ്പണമാണ്, ബ്ലാക്ക് മണി. ഇത് കണ്ടുകെട്ടുന്നത് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നതല്ല. ഞാനും നീയും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പണം ഞാൻ ജോണി ഏൽപ്പിക്കാം. അടുത്ത ശനിയാഴ്ച പണവുമായി നീ എന്റെ വീട്ടിൽ വരണം. ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാം സാർ. ഗുഡ്. നിനക്ക് മാന്യമായ ഒരു വിഹിതം ഞാൻ തരും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇതിവിടെ ഒന്ന് മാറ്റണം. ഇങ്ങനെ കൊണ്ടുപോകണ്ട. ആ ചാക്കെടുക്കൂ. നിന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ശരി സാർ. അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് അല്പം ഇരട്ടിയിട്ട് പോയാൽ മതി. ശരി സാർ. നിൽക്കൂ. എന്നെ വഞ്ചിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ?
ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ശരി, പൊയ്ക്കോളൂ. ആരാ? ജോണിയാണോടാ? ഞാനാമേ. എന്റെ പാറേ മാതാവേ, ഞാൻ വിചാരിച്ചു നിന്നെ ആ പോലീസുകാര് പിടിച്ചോണ്ട് പോയെന്ന്. നീ എവിടെ ആയിരുന്നടാ ചെറുക്ക? അമ്മ അറിഞ്ഞല്ലേ വിശേഷമൊക്കെ? ആ, വലിയ വിശേഷം. എന്നാലും ആ ഉണ്ണിത്താന്റെ കാര്യം കുറെ ഭയങ്കരമായി പോയി. നീ എന്തിനാടാ ചെറുക്ക ഈ ദുർബുദ്ധിക്കൊക്കെ പോണത്? അവര് വലിയ ആൾക്കാരാ, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരും. പിന്നെ നമുക്കിവിടെ കടക്കപ്പുറതിയുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്താ വറിയതിന്റെ സ്വഭാവം. ഓ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞൊട്ടും. ജയിലിൽ കിടന്നുകൊണ്ട് ആരെ ഞൊട്ടാന? കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും കഴിയാതെ രണ്ടും പുറത്തു വരാൻ പോകുന്നില്ല. കൊലപാതകമാ കേസ്. എടാ ചെറുക്ക, നിനക്ക് ആ ഇൻസ്പെക്ടർ റഹ്മാനോട് പറയാൻ വയ്യായിരുന്നു പട്ടണത്തിൽ എങ്ങാണ് ഒരു ചെറിയ ജോലി ശരിയാക്കി തരാൻ? ശരിയാക്കിയിട്ടുണ്ട്. എവിടാ? പോലീസിൽ. ആ, പിന്നെ 10ാം ക്ലാസ്സിൽ 3 കൊല്ലം മുട്ടയിട്ട നിനക്ക് ആ പോലീസിൽ പണി. കേറി വട ചെറുക്ക കഞ്ഞി കുടിക്കാൻ. നോക്കി ഇരുന്നോണ്ടാ മതി, നിനക്ക് പോലീസിൽ പണി കിട്ടും. വെറുതെ എന്തിനാ ഹോട്ടലിൽ ഒരു ദിവസം കിടന്നേ? അല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒന്ന് ചെല്ലായിരുന്നല്ലേ? മധുവിന് കൂടെ കഴിച്ചിട്ട് പോരാമെന്ന് കരുതി. എന്തൊരു യോഗം! നാട്ടിലിപ്പോ എന്താണ് മേളം? എന്ത് മേളം? ചാനാളുടെ കച്ചവടം കുറെ കുറഞ്ഞു കാണും, അത്ര തന്നെ. കുളിർന്നെങ്കിലും ചേർന്നിരുന്നു. ആശാനിലേടോ എടോ വിൻസെന്റ് ആ ഇതാര് പരമു? താൻ ചത്തുന്നാണല്ലോ ഞാൻ ഓർത്തത്. ഞാൻ അങ്ങനെ ചാവൂടോ? ശരി. മാറി മാറി. എഞ്ചിൻ പണിയുണ്ട്. ഓ പിന്നെ 300 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിയിട്ടില്ല. ഇപ്പൊ കുതിരയായവൻ കുതിര. ഇതാണെങ്കിൽ എനിക്ക് മുതലാകും. 30,000 രൂപ. അപ്പൊ തനിക്ക് വേണ്ടല്ലേ? ഞാൻ വേറെ ആളെ നോക്കിക്കോ. പിണങ്ങാതെ പരമു, നമ്മളിത് ആദ്യമൊന്നും അല്ലല്ലോ. തല്ലിപ്പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാണ്. പിന്നെ ഒരു സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ലൊടാക്ക് ഓടുകൂടും. ഇവൻ പറക്കും. എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ തരും. നിന്നെ സമ്മതിക്കണം. കൊണ്ടുപോയി തോലക്ക്.